2024 ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ ഒരു പെർസ്പെക്റ്റീവിൽ വന്നിട്ടുള്ള മാറ്റം ഉണ്ടല്ലോ. ഇപ്പോൾ റിലീജിയനോടാണെങ്കിലും ഹിസ്റ്ററിയോടാണെങ്കിലും ആർക്കിയോളജി എല്ലാത്തിനും വളരെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാവില്ലേ? എങ്ങനെയാണ് ഇന്ത്യ മാറിയത് ഈ ഒരു 50 വർഷങ്ങളിൽ? സാർ ജോയിൻ ചെയ്തതും റിട്ടയർ ചെയ്തതും ഈ പീരീഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഇപ്പം നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന ആ സ്വതന്ത്ര ചിന്ത ഇപ്പം ഇല്ല. ഇപ്പം വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ആൾക്കാർ വല്ലാതെ ചുരുങ്ങിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു. എക്സെപ്റ്റ് കുറച്ച് ആൾക്കാർ എന്നുള്ളതല്ലാതെ പുതിയ നമ്മൾ വളരെ വല്ലാതെ പിന്നെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചിന്തകളെക്കുറിച്ചുള്ള മതവിശ്വാസങ്ങൾ ഇപ്പം പണ്ട് മതത്തിന് അത്രയധികം സെമിറ്റിക് മതത്തിലെ ആൾക്കാർക്ക് അവർക്ക് മതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ ഹിന്ദുയിസത്തിൽ ഇത്രയധികം പിന്നെ ആചാരങ്ങളും ബാക്കിയുള്ളതൊന്നിൻ്റെ പിറകിൽ ആൾക്കാർ പോകില്ലായിരുന്നു. പക്ഷേ ഇപ്പം കൂടുതലായിട്ട് പിന്നെ ആചാരങ്ങൾ എനിക്കുണ്ട് സെമിറ്റിക് റിലിജിയൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹിന്ദുയിസത്തെ വല്ലാതെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആറ്റുകാൽ മറ്റേതൊക്കെ അല്ലേ, പൊങ്കാലയൊക്കെ അതൊന്നും പണ്ടൊരിക്കലും നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഇപ്പം അതൊക്കെ വല്ലാതെ, പക്ഷെ അത് ഓർഗനൈസ്ഡായിട്ട് നിൽക്കണമെന്ന് പിന്നെ ഹിന്ദു കമ്മ്യൂണിറ്റിക്കും തോന്നിയത് കൊണ്ടായിരിക്കാം മതി. അതല്ലെങ്കിൽ മറ്റൊരു ഇത്രയധികം ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നല്ലോ. ഇപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും പല കാര്യങ്ങളും അവർ ഡിക്റ്റേറ്റ് ചെയ്തിരുന്നല്ലോ. അതിപ്പം കുറച്ചൊരു മാറാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹിന്ദുമത ജാതി വ്യവസ്ഥയെ മറികടക്കാനുള്ള ഒരു ഇതാണോ ഈ മൊത്തത്തിൽ ഒരു പാൻ ഇന്ത്യൻ എല്ലാവർക്കും ഇതാക്കുന്ന ഒരു ദൈവം എന്നുള്ള സാധനം വരുന്നത്? അത് മറികടക്കാൻ വേണ്ടി ആണോ? അല്ല, നമ്മൾ പിറകോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു പിന്നെ ഒരു ധാരണ ഹിന്ദു സമുദായത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഓർഗനൈസ്ഡ് അല്ലാത്തത് കൊണ്ട് നമ്മൾ പിറകോട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു ധാരണ പൊതുവെ ഹിന്ദു സമുദായത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കണം. കാസ്റ്റ് ഒരു ഡിവൈഡിങ് ഫോഴ്സ് ആണല്ലോ. കാസ്റ്റ് ഒരു ഡിവൈഡിങ് ഫോഴ്സ്. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ അതിന് എല്ലാവരും ആരാധിക്കപ്പെടുന്ന ഒരു ദൈവസങ്കല്പം വേണമല്ലോ. അതെ 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 അതെ. അങ്ങനെ അത് ബോധപൂർവ്വം രാമൻ എന്നുള്ളത് പല ദൈവങ്ങളിലും ഒന്നായിരുന്നു. രാമൻ മാത്രമായിട്ടൊരു വിഗ്രഹം ഒരു ഐക്കണായിട്ട് വരുന്നത് ഇങ്ങനെ ഒരു യൂണിഫൈങ് ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണോ എന്നുള്ളത്. പക്ഷെ പൊതുവെ രാമനെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു യൂണിഫൈങ് ഫോഴ്സായിട്ടാണ് തോന്നിയത്. നമ്മളെ ലോക്കൽ കാവുകളും നമുക്ക് ഏറ്റവും ഭഗവതിയായിരുന്നു. അമ്മയെ ഭഗവതി രക്ഷിക്കണേ എന്നായിരുന്നു. ആരും കൃഷ്ണനെ വല്ലപ്പോഴും ആൾക്കാർ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ, ഗുരുവായൂരിൻ്റെ അടുത്താണെങ്കിലും. ഇപ്പോൾ ഞങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ നോക്കിയാൽ ഒരുപടി കാവുകളുണ്ട്. ആ കാവുകളിലായിരുന്നു നമ്മൾ ലോക്കലായിട്ട്. അതല്ലെങ്കിൽ രാമൻ തന്നെയാണ് മര്യാദ പുരുഷോത്തമനാണ് എന്നുള്ളൊരു ധാരണ ആൾക്കാർക്ക് അങ്ങനെയായിരുന്നു. വളരെ ശക്തമായിട്ട് വിമർശിക്കാറുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് അഴീക്കോടിനെ പോലെ അല്ലെങ്കിൽ മാരാരെ പോലെ വിമർശിക്കാവുന്ന ഒരു സാധാരണ കഥാപാത്രമായിരുന്നു. വലിയൊരു ടവറിങ് ഫിഗറായിട്ട് മാറുന്നത് ഇപ്പോഴത്തെ കാലത്താണ്. അങ്ങനെ ഉണ്ടല്ലേ? ആയിരുന്നില്ല. പക്ഷെ മദ്രാസിലൊക്കെ ഉണ്ടല്ലോ കോദണ്ഡ രാമൻ എന്നൊക്കെ. ഭഗവതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈശ്വരൻ ഈശ്വരി എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കൃഷ്ണനാണ്. അതെ, ശരിയാ. രാമൻ ഒരു യൂണിഫൈങ് ഫോഴ്സേ ആയിരുന്നില്ല. ശരിയാ. ഈ ഒരുപക്ഷെ താങ്കളെ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് രാമൻ ഒരു കോമൺ സിമ്പിൾ ആയിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന്. ശരിയാ. അല്ലാതെ സൗത്ത് ഇന്ത്യയിൽ രാമൻ ഒരിക്കലും ഒരു വികാരമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അതാകേണ്ടിയിരുന്ന കുറച്ചുകൂടെ കൃഷ്ണനായിരുന്നു. ശരിയാ ശരിയാ. ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. രാമക്ഷേത്രങ്ങൾ കേരളത്തിൽ തന്നെ വളരെ കുറവാണ്. രാമക്ഷേത്രങ്ങൾ പരശുരാമനുണ്ട്, ശരിയാ, അല്ലെങ്കിൽ മഹാവിഷ്ണു ഉണ്ട്, കൃഷ്ണനുണ്ട്. പക്ഷെ രാമനില്ല. രാമന് കുറവായിരുന്നു അല്ലേ? പക്ഷേ നമ്മൾ നേരെ മറിച്ച് ഇവിടെ പോകുന്ന അവസരത്തിലുണ്ടല്ലോ, ഇപ്പം പിന്നെ വിയറ്റ്നാം, കംബോഡിയ, ഇന്തോനേഷ്യ, മലേഷ്യ, ഇവിടെ ഭയങ്കര പോപ്പുലറാണ്. അല്ല, മൈത്തോളജി ആയിട്ടാണ്. പക്ഷെ ഒരു ആദർശ പുരുഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് തമിഴ്നാട്ടിൽ നിന്നാണ് പോകാൻ സാധ്യത. അവർക്ക് കോദണ്ഡരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതലായിട്ട് ഈ ശൈവ വൈഷ്ണവ ഒരു അതെ ഉണ്ട്. അതെ ശൈവനാണോ വൈഷ്ണവനാണോ എന്നറിയാൻ. അതെ അതെ. രാമൻ ആ ഒരു പ്ലേയിൽ ഇല്ലല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്.
പക്ഷേ ഈ തമിഴ്നാട്ടിൽ ഞാൻ കണ്ടത് പിന്നെ ഇവർ ശൈവന്മാരും വൈഷ്ണവരും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ശിവക്ഷേത്രത്തിൽ വൈഷ്ണവർ പോകില്ല, അത് ഇതെങ്കിലും വരേണ്ടത് ശരിയാ. അതെ 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 അതെ. നയനാർ ഇവിടെ ഉണ്ട്. ആ ദേവി സങ്കല്പമാണ്. അതെ 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 ഏറ്റവും പഴക്കമുള്ളത്. ആ അതെ അതെ ദുർഗ എന്നിപ്പോ പറയുന്ന അന്നത്തെ ദൈവം. അതെ അതെ അന്നൊന്നും രാമനൊന്നും ഈ സ്ഥലത്തുണ്ടായിരുന്നു. ശരിയാണ് ശരിയാണ് ശരിയാണ്. അല്ല നമ്മൾ ശരിക്കും അതാണ് ഭദ്രകാളി, ചാത്തന്, ഗുളികന്. അതെ 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 അതെ. അത് ഏതാണ്ട് പിന്നെ 2nd സെഞ്ച്വറി AD മുതൽ അല്ലെ 1st സെഞ്ച്വറി AD മുതലും തോന്നാം. അത് കുടക്കല്ലുകൾ, അതൊക്കെ ഇരുമ്പ് കണ്ടുപിടിച്ച യുഗം ഉണ്ടല്ലോ. മറയൂരൊക്കെ ഉള്ള അത് തന്നെ. അപ്പോൾ ഇരുമ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് കല്ലുകൾ ചെത്താൻ കഴിയുക, വെട്ടിയെടുക്കാൻ പറ്റുക. അപ്പം കൃഷ്ണൻ്റെ കയ്യിലുള്ള സുദർശന ചക്രം എന്ന് പറയുകയാണെങ്കിൽ അത് ഇരുമ്പ് കണ്ടുപിടിച്ച യുഗത്തിൽ നിന്ന് തുടങ്ങിയതാണ്. ശരിക്കും മഹായുദ്ധമല്ല, അത് ഒരു 500 കിലോമീറ്ററിൻ്റെ ഇടയിൽ കിടക്കുന്ന സ്ഥലമാണ്. കാരണം കുരുക്ഷേത്രം മുതൽ മഥുര വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ 420 കിലോമീറ്ററാണ്. ഇനി 500 കിലോമീറ്റർ വെക്കുക, ഇതിൻ്റെ ഉള്ളിലാണ് ഈ സംഭവങ്ങൾ മുഴുവനും. അത് കാമ്പിൽ, പിന്നെ ഹസ്തിനാപുര, ഈ സ്ഥലങ്ങൾ മുഴുവൻ, കുരുക്ഷേത്ര, ഈ സ്ഥലങ്ങൾ മുഴുവൻ നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഫത്തേപൂർ സിക്രിയിൽ ഇരുമ്പായിരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആരെ കയ്യിൽ ഇരുമ്പായുധങ്ങൾ കൂടുതൽ കിട്ടുന്നുണ്ടോ അയാൾ കൂടുതൽ ശക്തവാനായിട്ടുള്ള രാജാവാകും. അവർക്ക് എംപയേഴ്സ് ഉണ്ടാക്കാൻ കഴിയും. ആ അതെ അതെ, അത് ഹസ്തിനാപുരത്താണ്. ഹസ്തിനാപുരത്ത് ഉണ്ടായിരുന്നു എന്നല്ലേ. അതെ അതെ. അത് കണ്ടുപിടിക്കുന്ന ഏതാണ്ട് പിന്നെ ഹസ്തിനാപുരം ഞങ്ങളെ പിന്നെ കണക്ക് പ്രകാരം 1200 1300 BC-യിലാണ് വരുന്നത്. ഈ പിന്നെ മഹാഭാരത കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അപ്പം അതിൻ്റെ ഒരു പിന്നെ പാത്രങ്ങളുണ്ട്, PGW എന്ന് പറയും, പെയിൻറ്റഡ് ഗ്രേവെയർ എന്നുള്ള പറഞ്ഞിട്ടുള്ള ആ പാത്രങ്ങൾ ഇതിന്ന് കിട്ടുന്നുണ്ട്. എല്ലാ സ്ഥലത്തും മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലത്തും കിട്ടും. പിന്നെ ഒന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഈ വായുപുരാണത്തിലൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ പറയുന്നുണ്ട്, ഗംഗേയ അപഹൃതേ നഗരം നാഗസ്വാഹയെ ത്യുക്താർ നിജക്ഷു നഗരം കൗശാംബേയം വെള്ളപ്പൊക്കത്തിൽ. ആ വെള്ളപ്പൊക്കത്തിൻ്റെ പാടുകൾ എക്സ്കവേഷനിൽ കിട്ടി. അത് 8th ജനറേഷൻ പരീക്ഷത്തിൽ നിന്ന് 8ാമത്തെ ജനറേഷൻ, അത് നിജക്ഷു എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം രാജഭാരം നടത്തുന്ന അവസരത്തിലാണ്. പിന്നെ ഇവിടുന്ന് ഇവർ മാറിയിട്ട് പിന്നെ കൗശാംബിയിലേക്ക് പോയി. കൗശാംബി നമ്മളെ ഇന്നത്തെ അലഹബാദ്. അപ്പോൾ അവിടെ പോയ അവസരത്ത് എക്സ്കവേറ്റ് ചെയ്ത് നോക്കിയ അവസരത്തിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻസ് അവിടുന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത് മഹാഭാരത 1200 1300, അദ്ദേഹം പറയുന്നത് 900 വർഷമാണ്. പക്ഷേ കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ റിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു 1200 1300 വർഷം പഴക്കമുണ്ട്. ഇല്ല ഇല്ല അല്ല അല്ല അതെ ആണ് ആണ് അല്ല 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 അത് ആരുമില്ല. അതെ ഇല്ല അതെ അതെ അതെ. അപ്പോൾ ഏത് വലിയ കല്ല് കണ്ടാലും ഭീമൻ്റെ കല്ല് ഏറ്റിട്ടുണ്ട്. അതെ ജടായു പാറ. ഇതെങ്ങനെയാണ് നമ്മൾ ഈ മിത്തോളജിക്കൽ ഈ ഒരു സ്റ്റോറി ഇവിടെയാണ് നടന്നതെന്ന് നമ്മൾ എസ്റ്റാബ്ലിഷ് അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം മഹാഭാരതത്തിന് 3 റിസെൻഷൻസ് വന്നിട്ടുണ്ട്. ഒറിജിനൽ മഹാഭാരതം 8800 വേഴ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് 24,000 വേഴ്സസായി. അപ്പോൾ ആദ്യം ഇതിൻ്റെ പേര് ജയ എന്നായിരുന്നു, 8800 വേഴ്സസ് ഉള്ളത്. പറഞ്ഞു വരുന്നതനുസരിച്ച് മഹാഭാരതവും രാമായണവും മിത്തോളജി അല്ല, ഹിസ്റ്ററിയാണ്
എന്ന് തന്നെയാണ്. നമ്മളിതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്. അതായത് പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ പറയും ഇതൊക്കെ മൈത്തോളജിയാണെന്ന് പറയും. മറ്റവർ 2 lakh years കൊണ്ടുപോകും, അത് 2 lakhs 3 lakh years. അപ്പോൾ ഇതൊന്നും ആർക്കിയോളജിസ്റ്റ് ഇതൊന്നും അംഗീകരിക്കില്ല. നമ്മളിതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇപ്പോൾ 1300 BC ആണ് മഹാഭാരതം, ഏതാണ്ട് 1500 BC-യിലായിരിക്കണം രാമായണം എന്നുള്ള നിഗമനത്തിലാണ്. പിന്നെ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ മഹാഭാരതം ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ആണെന്ന്. അതെ അതെ അതെ. അല്ല, ദർ വിൽ ബി എ കേണൽ ഓഫ് ട്രുത്ത്. ഫുള്ള് ഇതായിരിക്കില്ല, ദർ വിൽ ബി ഓറിയൻ്റൽ ഹൈപ്പർബോൾസും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു മൈത്തോളജിൻ്റെ ഒരു ട്രുത്ത് അതിലുണ്ടാവും. അത് ഇങ്ങനെ ഇന്നത്തെ രൂപത്തിൽ പിന്നെ ഈ നമ്മൾ പറയുന്ന രൂപത്തിലുള്ള എല്ലാ എക്സാജറേഷൻസും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അങ്ങനെ ആളുകൾ പാണ്ഡവന്മാരും കൗരവന്മാരും ജീവിച്ചിരുന്നു എന്നുള്ളൊരു പോസിബിലിറ്റി. ട്രൈബൽ വാർഫെയർ അല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും വലിയ ദൂരം എന്ന് കണക്കിൽ 400-200-500 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പം പിന്നെ യുദ്ധം നടക്കുന്നത് പിന്നെ ഇവിടെ നമ്മളെ പിന്നെ കുരുക്ഷേത്രത്തിൽ. ആ കുരുക്ഷേത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ശ്രീകൃഷ്ണൻ്റെ സ്ഥലം മധുര കുറച്ചും കൂടി അപ്പുറത്ത് പോകുന്നിരിക്കും, ഏതാണ്ട് 500 കിലോമീറ്റർ വരെ ഉണ്ടാവും. ഹരിയാന UP. ഹരിയാന UP, അതെ അതെ. പക്ഷെ നമ്മൾ പറയുന്നത് ലോക യുദ്ധത്തിലായിരുന്നു. ഇവിടുന്ന് പിന്നെ പാണ്ഡ്യരാജ്യത്തു നിന്നും അതുപോലെ തന്നെ സത്യപുത്ര രാജ്യത്തു നിന്നും സൈന്യങ്ങൾ അവരെ പിന്നെ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു എന്നൊക്കെ പറയും. കൂട്ടിച്ചേർക്കലുകളിൽ വന്ന പിന്നെ പിന്നീട് വന്ന് കേരളത്തിൽ